പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അവിടുത്തെ മുൻപിൽ സർവവും സമർപ്പിച്ച് ഞങ്ങളുടെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞ് മഹത്വപൂർണനായ അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയുമായ പരിശുദ്ധ കന്യകാമറിയമേ, പുത്രനായ ദൈവത്തിൻ്റെ മാതാവായത് മുതൽ അങ്ങ് കടന്നുപോയ ഈ സഹന വഴികളെ അഗാധമായ എളിമയോടും തീക്ഷ്ണമായ ഭക്തിയോടും കൂടെ ധ്യാനിക്കുവാനും അമ്മയുടെ വഴികളെ പിന്തുടർന്ന് ഉത്തമ മര്യസുതരാകുവാനും ആഗ്രഹിച്ച് ഞങ്ങളിതാ അങ്ങേപ്പക്കൽ അണഞ്ഞിരിക്കുന്നു. കുറവുകൾ പരിഹരിച്ച് ദൈവത്തിന് മാത്രം തരുവാൻ കഴിയുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി അമ്മ കരമുയർത്തണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം കനിഞ്ഞവളേ, ദൈവത്തിൻ കൃപയാൽ നിറഞ്ഞവളേ, വചനം മനോജനാകാൻ ആത്മാവിൽ ആമേൻ പറഞ്ഞവളേ. എളിമപ്പെടുത്തിക്കൊണ്ടെരിവോടെ ജീവിക്കാൻ ദൈവത്തിൻ ദാസിയായി, സഹനത്തിൻ വേദന പുണ്യങ്ങളാക്കുവാൻ മൗനങ്ങൾ ശീലമാക്കി. അമ്മേ, നിൻ പാദങ്ങൾ തേടുന്ന ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അമ്മയെന്നും. ഒന്നാം സ്ഥലം. മംഗളവാർത്തയുടെ അസ്വസ്ഥതയെ പരിശുദ്ധ അമ്മ വിശ്വാസത്താൽ അതിജീവിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. ഗബ്രിയേൽ ദൂതന്റെ അഭിവാദന സ്വരം കേട്ടതു മുതൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് ആത്മീയ സഹനത്തിലൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മേ, അമ്മയുടെ ഈ സഹനത്തെ ധ്യാനിക്കുന്ന ഞങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന ശാരീരികവും ആത്മീയവുമായ സഹനവേളകളിൽ ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുവാനുള്ള കൃപയ്ക്കായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. രണ്ടാം സ്ഥലം. യൗസേപ്പ് പിതാവിനാൽ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന ആശങ്കയെ പ്രത്യാശയോടെ പരിശുദ്ധ അമ്മ സ്വീകരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. യാതൊരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ദൈവേഷ്ടത്തിന് ആമേൻ പറഞ്ഞതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന മാനസിക സഹനങ്ങളിലൂടെ കടന്നുപോയ അമ്മേ, തെറ്റിദ്ധാരണയിലൂടെയും ഉപേക്ഷിക്കലുകളിലൂടെയും നീങ്ങുന്ന മക്കൾ നഷ്ടധൈര്യരാകാതിരിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
വിശ്വതൻ പ്രിയപുത്രി കന്യകമേരിയമ്മേ, ദൈവിക ദൂതിനാലേ സകലത്തിൻ മാമല നീ കയറി. യാത്രയെ ഭൂമിത്തയാക്കി നീ അതിവേഗം സഞ്ചരിച്ചു. വചനം നിറഞ്ഞെന്ന അപരനായോടിടും അമ്മേ നീ മാതൃകയാ. സഹനത്തിൽ ഞങ്ങൾ സമാധാനമായിട പ്രാർത്ഥിക്കണേ അമ്മയെന്നും. മൂന്നാം സ്ഥലം, എലിസബത്തിനെ ശുശ്രൂഷിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ പരസ്നേഹത്താൽ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യ സന്തോഷത്തിൽ മലമ്പ്രദേശത്തു കൂടിയുള്ള ദുർഘടമായ ദീർഘദൂര യാത്ര പോലും പരസ്നേഹ ചൈതന്യത്താൽ മധുരമാക്കി മാറ്റിയ അമ്മേ, ശുശ്രൂഷാ ജീവിതത്തിന്റെ സഹനങ്ങൾ ഈശോയുടെ ദാനമായി സ്വീകരിച്ച് സഹനങ്ങളിൽ സമാധാനം കണ്ടെത്താൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
4 സ്ഥലം. ബെത്ലഹേമിലേക്കുള്ള ക്ലേശകരമായ യാത്രയെ പരിശുദ്ധ അമ്മ ദൈവഹിതമായി സ്വീകരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. ദൈവേഷ്ടത്തിന് ആമേൻ പറഞ്ഞവർ അധികാരത്തോടും ജീവിത പങ്കാളിയോടും ജീവിതത്തോടും ആമേൻ പറയുന്നവരായിരിക്കണമെന്ന് അനുഭവത്തിലൂടെ കാണിച്ചു തന്ന അമ്മ എളിമയോടും വിധേയത്വത്തോടും കൂടി അവനവന്റെ ജീവിതാന്തസ്സിന് ചേർന്ന ജീവിതം നയിക്കാനും അതുമൂലമുണ്ടാകുന്ന സഹനങ്ങൾ ഈശോയെ പ്രതി സഹിക്കുവാനുമുള്ള കൃപയ്ക്കായി അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയമടച്ചവരെ സത്രത്തിൽ ഇടമില്ലെന്നോദിയോരേ, സഹനത്തിൻ നെറുകിലല്ലോ മറിയത്തിൻ പൊന്നുണ്ണി പൂജാതനാ. അർഹിക്കും ആദരം തെല്ലുമേ നൽകാതെ മാനവർ മറക്കുമമ്മേ. മക്കൾ കൈവിട്ടോരോ മാതാപിതാക്കളും വഴിയറിയാതലഞ്ഞിടുന്നു. കരുതുന്ന മാതാവേ, കാരുണ്യനാഥേ, പ്രാർത്ഥിക്കണേ അമ്മയെന്നും. അഞ്ചാം സ്ഥലം. ദാരിദ്ര്യത്തിന്റെ നിസ്സഹായതയിലും ദൈവപുത്രന് ജന്മം നൽകാനുള്ള ആത്മബലം പരിശുദ്ധ അമ്മ കൈവരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. എല്ലാ സൗകര്യങ്ങളും ലഭിക്കാൻ അർഹതയുണ്ടായിരുന്നിട്ടും ഒരു സാധാരണക്കാരിക്ക് ലഭിക്കുന്ന പരിഗണന പോലും ലഭിക്കാതെയുള്ള അവസ്ഥയെ സ്വീകരിച്ച പരിശുദ്ധ അമ്മേ, ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അനാഥാലയങ്ങളിൽ അഭയം തേടുന്നവർക്ക് വേണ്ടിയും എല്ലാവരുടെയും മാനസാന്തരത്തിനു വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ,
പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആറാം സ്ഥലം, ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന പ്രവചനം പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ജീവിതാനുഭവങ്ങളും ജീവിത പ്രവചനങ്ങളുമെല്ലാം എതിരായി വന്നപ്പോൾ ദൈവഹിതമനുസരിക്കുന്നവർക്ക് എപ്പോഴും എല്ലാം അനുകൂലമായിരിക്കണമെന്നില്ല എന്ന് മനസ്സിനെ പഠിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയ പരിശുദ്ധ അമ്മേ, ഓരോ ജീവിതാനുഭവവും ഓരോ ദൈവിക ഇടപെടലായി കാണുവാനുള്ള കൃപയ്ക്കായി അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയും യൗസേപ്പുമായി മാതാവ് ഈജിപ്തിലെത്തിയിടുന്നു. ഓരോരോ സഹനങ്ങളും അമ്മയെ ദൈവത്തിലെത്തിക്കുന്നു. ഹേറോദേസിനാൽ ശിശുവിനെ കൊല്ലുവാൻ ആളുകളുടനണയും. ആദി സ്വപ്നത്തിൽ കേട്ട നിമന്ത്രണം പോലങ്ങനുസരിച്ചു. ഈ ലോക സഹനങ്ങൾക്കുത്തരം കാണുവാൻ പ്രാർത്ഥിക്കണേ അമ്മയെന്നും. ഏഴാം സ്ഥലം. ഈജിപ്തിലേക്കുള്ള ദുരിതയാത്രയെ ആത്മസംയമനത്തോടെ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹേറോദേസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി. ജീവിത പ്രതിസന്ധികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കടന്നു വന്നപ്പോൾ ദൈവത്തോടും ജീവിത പങ്കാളിയോടും ചേർന്ന് എല്ലാറ്റിനെയും സധൈര്യം നേരിട്ട പരിശുദ്ധരാജ്ഞി ജീവിത പ്രശ്നങ്ങളിൽ വഴികാണാതെ നിരാശയിലേക്കും ദുശീലങ്ങളിലേക്കും നീങ്ങുന്നവർക്കായി പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തിരയുന്നു മാതാപിതാ
5-ാം സ്ഥലം. ദൈവപുത്രനെ ദേവാലയത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടായ ആധിയെ നിരാശപ്പെടാതെ പരിശുദ്ധ അമ്മ ഉൾക്കൊള്ളുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മകനെ നഷ്ടപ്പെടുന്ന ഒരമ്മയുടെ വേദനയിലൂടെ ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യാത്മാവിന്റെ ദുഃഖം ഞങ്ങൾക്ക് കാണിച്ചു തന്ന പരിശുദ്ധ അമ്മേ, പാപാവസ്ഥകളിൽ നിബന്ധിക്കാതിരിക്കാനും വിശുദ്ധ കൂദാശ സ്വീകരണത്തിലൂടെയും മറ്റ് ഭക്താഭ്യാസങ്ങളിലൂടെയുമെല്ലാം ഈശോയുമായുള്ള വ്യക്തിബന്ധത്തിൽ നിലനിൽക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സഹനങ്ങളേറും നേരം ബുദ്ധിയിൽ കൂരിരുളേറും നീരാ വിശ്വാസമൊന്നു മാത്രം ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടതുള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾ മനമുയരെ നിൽക്കുന്നു. മാതാവ് പതറിയില്ല. ഈശോദൻ വാക്കുകൾ അതുപോലെ ഉൾക്കൊണ്ടു ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്തേ ഇതിങ്ങനെ എന്നാദിയേറുമ്പോൾ പ്രാർത്ഥിക്കണേ അമ്മയെന്നും. ഒൻപതാം സ്ഥലം. ജീവിത സഹനങ്ങളെല്ലാം ദൈവമഹത്വത്തിനും സ്വയം വിശുദ്ധീകരണത്തിനുമാണെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഉൾക്കൊള്ളാനായില്ലെങ്കിലും ജീവിതയാത്രയിൽ ആശങ്കകളും ആകുലതകളും തോന്നിയപ്പോൾ ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മേ, ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത കാര്യങ്ങൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് മാത്രമെന്തേ ഇങ്ങനെയെന്ന് ചോദിക്കാതെ എല്ലാറ്റിനെയും സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ.
വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പത്താം സ്ഥലം. കാനായിലെ കുടുംബത്തിന്റെ ഉത്കണ്ഠ സ്വന്തം വേദനയായി സ്വീകരിച്ച് പരിശുദ്ധ അമ്മ പരസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയാകുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇനി എന്ത് എന്നൊരു ചോദ്യം എല്ലാവരുടെയും ജീവിതത്തിൽ വരും. അതിന് ഉത്തരം വേഗത്തിൽ കണ്ടെത്തുന്നവർക്ക് കുറച്ചു മാത്രമേ സഹിക്കേണ്ടതുള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും ഈശോയിൽ ഉത്തരം കണ്ടെത്തിയ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഈശോയുടെ അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മൗനസഹനമിതാ മാതാവിൻ ഹൃദയം പിളക്കുന്നീരാ. ദൈവത്തിൻ പുത്രനല്ലെന്നൊരു കൂട്ടം ശത്രുക്കൾ വാചാലരാ. ഇവനായിരിക്കുമോ ദാവീദിൻ പുത്രൻ, രാജാധിരാജനിവൻ? ഇവനല്ല തെല്ലും ബേൽസബുൽ തോഴൻ, എന്തെല്ലാം കേട്ടിരിക്കും. മാതാവതിനെല്ലാം വിശ്വാസനിണമേകി പ്രാർത്ഥിക്കണേ അമ്മയെന്നും. പതിനൊന്നാം സ്ഥലം. ദൈവപുത്രനായ പുത്രൻ തമ്പുരാൻ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ തകർന്നു പോകാതെ വിശ്വാസത്തിന്റെ കരുത്തോടെ പരിശുദ്ധ അമ്മ ചേർന്ന് നിൽക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇവനായിരിക്കുമോ ദാവീദിന്റെ പുത്രൻ? എന്നാൽ ഇത് കേട്ടപ്പോൾ ഫരിസേയർ പറഞ്ഞു, ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. തെറ്റായ പഠനങ്ങളിലൂടെ മനുഷ്യരെ വഴിതെറ്റിക്കുന്നു. പിശാചിന്റെ തലവനെ കൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കുന്നു. ദൈവപ്രമാണങ്ങൾ പാലിക്കാതെയും സാപത്തും ഉപവാസവും നോക്കാതെയും നടക്കുന്നു. ഇങ്ങനെ വാസ്തവവിരുദ്ധമായ ധാരാളം കാര്യങ്ങൾ സ്വന്തം മകനെക്കുറിച്ച് കേൾക്കേണ്ടി വന്നപ്പോൾ പതറിപ്പോകാതെ ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന അമ്മേ, മക്കളെക്കുറിച്ച് ഉള്ളതുമില്ലാത്തതുമായ കാര്യങ്ങൾ കേട്ട് ഉള്ളുനീറി നടക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും ആ മക്കൾക്ക് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ലോകത്തിൻ രക്ഷകനാ ഈശോ
12-ാം സ്ഥലം. കുരിശിന്റെ വഴി രക്ഷാകര വഴിയായി കണ്ട് പരിശുദ്ധ അമ്മ അനുഗമിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. സ്വന്തം പുത്രന്റെ മരണം ഏതമ്മയ്ക്കാണ് കണ്ടു നിൽക്കാനാവുക? അതും സത്യം മാത്രം പ്രവർത്തിച്ച ദൈവപുത്രനായ മകന്റെ മരണം. എല്ലാ വിശ്വാസങ്ങളും എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞേക്കാവുന്ന ആ നിമിഷമായിരുന്നു അമ്മയുടെ മൗനസഹനത്തിന്റെ തീവ്രതയേറിയ മുഹൂർത്തം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈശോ വളർന്നു വന്നതുപോലെ ഞങ്ങളുടെ മക്കളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവമക്കളായി വളർത്താനും സംഭവിക്കുന്നതെല്ലാം ദൈവഹിതമായി സ്വീകരിക്കാനുമുള്ള കൃപയ്ക്കു വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കണ്ണീരണിഞ്ഞവളേ, രക്തത്തിൻ കണ്ണീർ ചൊരിഞ്ഞവളേ, പാപികൾ നിൻ മക്കളെ കാക്കുവാനെന്നും വരുന്നവളേ. നിൻമിഴിനീരിൻ കാരണം ഞങ്ങൾ തൻ പാപങ്ങൾ തന്നെയല്ലോ. പാപമുപേക്ഷിക്കാൻ പരിഹാരം ചെയ്യാൻ പുതുജീവൻ നേടിടുവാൻ നിൻ പ്രിയ സുതരാകാൻ കണ്ണീർ തുടയ്ക്കാൻ പ്രാർത്ഥിക്കണേ അമ്മയെന്നും. പതിമൂന്നാം സ്ഥലം. ഈശോയുടെ പരിഹാര ബലിയിൽ അവനോടൊപ്പം നടന്ന് അമ്മ സഹരക്ഷകയാകുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമ്മ ഞങ്ങൾക്കെന്നും സ്വർഗീയ മധ്യസ്ഥയാണ്. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. യോഹന്നാനെ സ്വപുത്രനായി സ്വീകരിച്ച പരിശുദ്ധ അമ്മേ, അന്ന് ഞങ്ങളെ കൂടിയായിരുന്നല്ലോ അമ്മ മക്കളായി സ്വീകരിച്ചത്. ഞങ്ങൾ മാനസാന്തരപ്പെടുന്നതിനും പാപപരിഹാരം നടത്തുന്നതിനും വേണ്ടി നിരന്തരം കണ്ണീർ പൊഴിക്കുന്ന വ്യാകുലയായ മാതാവേ, ജീവിത വിശുദ്ധി പാലിച്ച അമ്മയുടെ കാപ്പയുടെ കീഴിൽ
ഞങ്ങളെ എന്നും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. പാപത്തിൽ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾക്കിടം നൽകണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മൗനസഹനത്തിൽ നിന്നമ്മയ്ക്കു മോചനമേകിടും ഞാൻ. കണ്ണീരണിഞ്ഞ കവിൾ ഒപ്പിടും പുണ്യത്തിൻ തൂവാലയാ. ഞാൻ ചെയ്ത പാപങ്ങൾ ഒന്നൊഴിയാതറിയിക്കും പുണ്യവഴി തിരിയും. കടമെല്ലാം വീട്ടും ഞാൻ, പഴിയെല്ലാം നീക്കും, നീതിമാനായി ചരിക്കും. പരിശുദ്ധയമ്മേ, ഞാൻ ഈശോദൻ പ്രിയയാകാൻ പ്രാർത്ഥിക്കണേ അമ്മയെന്നും. പരിശുദ്ധയമ്മേ, ഞാൻ ഈശോദൻ പ്രിയനാകാൻ പ്രാർത്ഥിക്കണേ അമ്മയെന്നും. സെഹിയോനൂട്ടിശാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയ സ്നേഹനിധിയായ ദൈവമേ, പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ അർപ്പിച്ച ഈ എളിയ പ്രാർത്ഥന പിതാവായ ദൈവത്തിന് മഹത്വവും ഞങ്ങളുടെ രക്ഷകനും ദൈവപുത്രനുമായ ഈശോയ്ക്ക് സ്തുതിയും. ഞങ്ങളെ വിശുദ്ധീകരിച്ച് കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിന് പുകഴ്ചയും നൽകുന്നതാകട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ മൗനസഹന വഴികളെ പിന്തുടർന്ന ഞങ്ങൾക്ക് ജീവിതത്തിലെ കനൽ വഴികൾ താണ്ടുവാൻ തുണയേകണമേ. ഈശോയുടെ കുരിശിന്റെ വഴിയെ നടന്ന് മരണത്തിൽ ഈശോയെ തൻ്റെ മടിയിൽ കിടത്തി അവസാനം അമ്മ സ്വർഗാരോപതിയായല്ലോ. അമ്മയുടെ സഹന വഴിയെ നടക്കുന്ന ഞങ്ങൾ ജീവിതാവസാനം അമ്മയുടെ മടിയിൽ കിടന്ന് സ്വർഗീയ മഹത്വത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കേണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ഹൃദയം വീളന്നവളേ, ഞങ്ങൾ തൻ സഹനങ്ങൾ അറിയുന്നോളേ. ഹൃദയം നുറുങ്ങിയങ്ങേ സഹനത്തിൻ വഴിയിൽ